വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ഇൻസിഡൻറ്റിനെ പറ്റിയാണ്. വേറൊന്നുമല്ല, നിങ്ങളേവരും അറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ആസിഫ് അലി, നമ്മുടെ ഒരു സംഗീത സംവിധായകൻ, ഗായകനൊക്കെയാണ് അദ്ദേഹം. എൻ്റെ അറിവിൽ തെറ്റുണ്ടോയെന്നറിയില്ല പറഞ്ഞു വരുന്നതിൽ. രമേശ് നാരായൺ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു മൊമെൻറ്റോ ആസിഫ് അലിയെ വിളിച്ച് അത് നൽകാനായിട്ട് വിളിച്ച് അറിയിച്ചു. അപ്പോൾ ആസിഫ് അലി നമ്മുടെ ഒരു ഫേവറേറ്റ് ആക്ടറാണ് ആസിഫ് അലി, അല്ലേ? ഇപ്പോൾ കറൻ്റ്ലി ഭയങ്കരമായിട്ട് ആക്റ്റീവ് അല്ലെങ്കിലും ഒരു കാലഘട്ടത്തിലൊക്കെ വളരെ നന്നായിട്ട് നമുക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടൊരു നടനും കൂടിയാണ്. നന്നായിട്ട് തന്നെ അഭിനയിക്കാനുള്ള കഴിവൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ആസിഫ് അലി അത് കൊടുക്കാനായിട്ട് രമേശ് നാരായണൻ്റെ അടുത്തേക്ക് വരികയും അദ്ദേഹം അത് കൊടുക്കുകയും ചെയ്തു. രമേശ് നാരായണൻ അത് കൈനീട്ടി സ്വീകരിച്ചതിന് ശേഷം ആസിഫ് അലിയെ യാതൊരു വിധത്തിലുള്ളൊരു മൈൻഡോ തനിക്ക് ഉപഹാരം തന്ന വ്യക്തിയെ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, അറ്റ്ലീസ്റ്റ് ഒരു ഷെയ്ക്ക് ഹാൻഡ്, അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് ജസ്റ്റ് ഒരു ഹഗ്, ഒരു താങ്ക് യു, എന്താ പറയുക, ഒരു ഇതുണ്ടല്ലോ, നമുക്കൊരു മര്യാദ. നമ്മളൊരു ഉപഹാരം വാങ്ങിക്കും, ആ ഉപഹാരം തരുന്ന വ്യക്തികൾക്കൊരു മാന്യത, ഒരു വാല്യൂ നമ്മൾ കൊടുക്കണം. അത് നമുക്ക് അറിവുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അറിവില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ ആസിഫ് അലി കൊടുത്ത ഒരു ഉപഹാരം വാങ്ങിച്ചിട്ട് ആസിഫ് അലിക്ക് ₹1 വില പോലും ഇദ്ദേഹം നൽകിയില്ല. അപ്പോൾ ഇദ്ദേഹം നൽകിയില്ല എന്ന് വെച്ചിട്ട് ആസിഫ് അലിക്കൊന്നും വന്നിട്ടല്ല, അത് ₹1 വില പോലും നൽകാത്ത വിധത്തിലുള്ളൊരു പെരുമാറ്റം, ഒട്ടും മൈൻഡില്ല. അതിനുശേഷം വേറെ എങ്ങോട്ട് നോക്കി കൈയൊക്കെ പൊക്കി കാണിക്കുക. അതിനുശേഷം സംവിധായകൻ ജയരാജിനെ വിളിച്ച് ഇത് നൽകി ജയരാജിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നതായിട്ട് എല്ലാവരും കാണിച്ച് ഹാപ്പിയായിട്ട്. ആസിഫ് അലി ജസ്റ്റ് അദ്ദേഹത്തിന് മനസ്സിലായി കാണും, ആസിഫ് അലിക്ക് അത് മനസ്സിലായി കാണും. അദ്ദേഹം അത് നോക്കി ജസ്റ്റ് ഇങ്ങനെ നോക്കി അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പതിയെ ഒരു പുഞ്ചിരിയോടുകൂടി തൻ്റെ സീറ്റിൽ വന്നിരുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അതായത് ആസിഫ് അലിയുടെ മാന്യതയാണ് അദ്ദേഹം അവിടെ കാണിച്ചത്. അത് വെൽ അപ്രിഷിയേറ്റബിളാണ്. ഒരു മുഖത്തിനൊരു വാട്ടം, സാധാരണ രീതിയിൽ നമ്മൾക്ക് ഒരു അപമാനം നമുക്കുണ്ടായാൽ, ഒരു പബ്ലിക് വേദിയിൽ വെച്ച് നമുക്കൊരു അപമാനം ഉണ്ടായാൽ നമ്മൾ ഓഫ് കോഴ്സായിട്ടും നമ്മൾ എന്തു ചെയ്യും? നമ്മൾക്കൊരു വിഷമം, നമ്മുടെ മുഖം മാറും. പക്ഷേ ആസിഫ് അലിക്ക് അത് മനസ്സിലായിട്ടുണ്ടാകാം. അദ്ദേഹത്തിൻ്റെ വിവേകം മൂലം അദ്ദേഹം അത് മാന്യമായി പ്രതികരിച്ചു. ഇറ്റ്സ് റിയലി അപ്രിഷിയേറ്റബിൾ എന്നല്ല, ഇത് റിയലി എന്താ പറയുക, അദ്ദേഹത്തിന് കയ്യടി കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് രമേശ് നാരായണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിനോടാണ്. ഇത് ഞാൻ ഇടുമ്പോഴേക്കും എന്തറിഞ്ഞിട്ടാണ് ഇടുന്നത്, മര്യാദയ്ക്ക് കാര്യം അറിഞ്ഞിട്ടാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എനിക്കൊരു മറുപടിയില്ല. എനിക്ക് മനസ്സിലാക്കിയിടത്തോളം കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, എനിക്ക് പേഴ്സണലി വളരെയധികം വിഷമം തോന്നിയ ഒരു കാര്യമാണ് കണ്ടത്. ആ കാര്യത്തിന് എൻ്റേതായ രീതിയിൽ ഞാൻ ഒരഭിപ്രായം ഇവിടെ പറയുന്നു. കാണുന്നവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മുഴുവൻ കാണുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ രമേശ് നാരായണൻ എന്ന് പറയുന്ന വ്യക്തിയെ പല സംഗീത പരിപാടികളിലൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് അദ്ദേഹം ആരാണെന്ന് പോലും എനിക്ക് അത്ര വ്യക്തമായിട്ട് അത് സംഗീത സംവിധായകനാണ് എന്നുള്ളൊരിത് അറിയാം, ഒരു തോന്നൽ, ഇത് മാത്രമേ അറിയുള്ളൂ. അത് എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു മിസ്റ്റേക്കാണ്. കാരണം നമ്മളിപ്പോൾ വെള്ളിത്തിരയിൽ തിളങ്ങി നിൽക്കുന്ന നമ്മളിപ്പോൾ ഒരു സിനിമ കാണുകയാണ്, അതിലത്തെ നടനെയും നടിയെയൊക്കെയാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക, അല്ലേ? നായകന്മാരെയൊക്കെ കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക, അല്ലെങ്കിൽ അതിലുള്ള മറ്റുള്ള അഭിനയിക്കുന്നവരെ, അതിൻ്റെ പിന്നിൽ സംഗീതം ചെയ്തവരെയും ഡയറക്ഷൻ ചെയ്തവരെയും പ്രൊഡ്യൂസറെയും അല്ലെങ്കിൽ കഥ രചിച്ചവരെയും ഇതിൻ്റെ എന്താ പറയുക കഥ അല്ലെങ്കിൽ ഇതിൻ്റെ ഡയറക്ടർ, ഇവരെയൊന്നും നമുക്ക് അത്ര പരിചിതം ഉണ്ടാവില്ല. അവരെയൊന്നും വളരെ പ്രശസ്തരായ നമുക്ക് അവരിലൊന്നും നമ്മുടെ ഫോക്കസ് നിൽക്കില്ല. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എപ്പോഴും സിനിമയിൽ അഭിനയിക്കുന്നവരെ മാത്രമാണ്, ഈവൻ ഡബ് ചെയ്യുന്ന ആൾക്കാരെ കൂടി. ശരിയാണ്, ഇതൊക്കെ ഒരു ഫാക്റ്റാണ്, അതൊക്കെ അറിഞ്ഞിരിക്കുക. കാരണം ഈ നടന്മാരെക്കാളും കൂടുതൽ ചിലപ്പോൾ അവർ കഷ്ടപ്പെടുന്നുണ്ടാവും. ഇപ്പോൾ ഒരു പാട്ടാണെങ്കിൽ ആ പാട്ട് പാടാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും. അപ്പോൾ ഓഫ് കോഴ്സ് രമേശ് നാരായണൻ എന്ന് പറയുന്ന വ്യക്തി വളരെ വളരെ അദ്ദേഹത്തിൻ്റെ കഴിവിനാൽ അദ്ദേഹം വളരെയധികം പ്രശസ്തനായ വ്യക്തിയാണ്. നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുമാണ്.
എനിക്ക് പരിമിതിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയതിന് ഒരു പരിധിയുണ്ട്, അതെൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആയിരിക്കും. നമ്മൾ ഏതൊരു മേഖലയിലും ഒരു കർട്ടന് വെളിയിൽ ബാക്കിൽ നിന്ന് വർക്ക് ചെയ്യുന്നവരെയും കഷ്ടപ്പെട്ട് ഒരു മ്യൂസിക് തനിയെ ഉണ്ടാക്കി കഷ്ടപ്പെടുന്നവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം, അവർക്ക് ആദരവ് കൊടുക്കണം, അവരെല്ലാവരെയും നമ്മൾ മനസ്സിലാക്കണം. ഇവർ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട്. ശരിയാണ്, വെള്ളിത്തിരയിൽ മാത്രം, സ്റ്റേജിൽ മാത്രം വരുന്ന, അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ വരുന്നവരെ മാത്രം നമ്മൾ ആദരിച്ചിട്ടോ ബഹുമാനിച്ചിട്ടോ ഇഷ്ടപ്പെട്ടിട്ടോ കാര്യമില്ല എന്നുള്ളു. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ അദ്ദേഹത്തിന് വില കുറച്ച് കാണാൻ ആരും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വില അദ്ദേഹം തന്നെ ഇടിച്ചവിടെ സ്റ്റേജിൽ തന്നെ ഇടിച്ച്, അല്ലെങ്കിൽ ഇത്രയും നാൾ മലയാളക്കാരാണ് അദ്ദേഹത്തിനെ, ഈ മലയാളികളാണ് അദ്ദേഹത്തിനെ, അദ്ദേഹം ഒരു മലയാളി ആയതിനാൽ കേരളത്തിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട മലയാളികൾ ആണ് അദ്ദേഹത്തിന് വാല്യൂ കൊടുക്കേണ്ടത്. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കേണ്ടതും അത് ഇത്രയും കാലം കൊണ്ട് കൊണ്ടുവന്നത് ഈ നാറാണത്ത് ഭ്രാന്തൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പോലെ ആയി. മോള് വരെ കല്ല് ഉരുട്ടി കൊണ്ടുപോയിട്ട് താഴെ ഇട്ടിട്ട ഒരു അനുഭവം പോലെ ആയിപ്പോയി ഈ രമേശ് നാരായണൻ. ഇത്രയും കാലം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയിരുന്ന ഒരു പ്രശസ്തി ഒരൊറ്റ പെരുമാറ്റത്തിൽ, ശരിയായിരിക്കാം അദ്ദേഹം പറയുന്ന പോലെ വലിയ സംഭവം അല്ലായിരിക്കാം, പക്ഷെ അത് വലിയ സംഭവമല്ലെങ്കിലും ഒരു വ്യക്തിയെ, എന്തു ആവട്ടെ, ഒരു വ്യക്തിയെ അപമാനിക്കാൻ മാത്രമുള്ള ഒരു പവറൊന്നും രമേശ് നാരായണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം എന്ത് പൊന്നും കിരീടം അണിഞ്ഞിരിക്കുന്ന ഒരു രാജാവായിരുന്നാൽ പോലും ഇത്തരം പ്രവൃത്തി ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് വട്ടപ്പൂജയാണ്, അല്ലേ? അപ്പോൾ ആസിഫ് അലിക്ക് എൻ്റെ കണ്ണിൽ യാതൊരു കുറവുമില്ല. അതായത് ആസിഫ് അലി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചതല്ല. ആസിഫ് അലി ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം നല്ല രീതിക്ക് തന്നെ ഫേമസ് ആയി നിന്നൊരു ഒരു കലാകാരൻ, ഒരു നടനാണ്, ഒരു ആക്ടറാണ്. അദ്ദേഹം അഭിനയിച്ച സിനിമകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെട്ടതുമാണ്. നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോയിരുന്നതുമാണ്. ഇപ്പോൾ കറൻ്റ്ലി എല്ലാ സിനിമകളിലും കാണാൻ പറ്റുന്നില്ല എന്നും അദ്ദേഹത്തിന് തിരക്കുകളുണ്ടാവാം. നല്ല രീതിയിൽ അഭിനയിക്കാനും കഴിവുള്ള നടൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വാല്യൂ ഉണ്ട്. അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ആക്ടറാണെന്ന് അദ്ദേഹത്തിന് വിലയില്ലേ? ആസിഫ് അലിയുടെ വാല്യൂ ഉണ്ട്. ആ ഒരു കലാകാരനാണ്. താങ്കളൊരു കലാകാരനാണ്. അതായത് രമേശ് നാരായണൻ ഓൾസോ എ കലാകാരൻ, ആസിഫ് അലി ഒരു കലാകാരനാണ്. അപ്പോൾ ഒരു കലാകാരൻ്റെ മൂല്യം മനസ്സിലാക്കണമെങ്കിൽ യഥാർത്ഥ കലാകാരനെ പറ്റുള്ളൂ. നിങ്ങൾ യഥാർത്ഥ കലാകാരൻ അല്ലാത്തതുകൊണ്ടാണ് മറ്റൊരു കലാകാരൻ ആസിഫ് അലിയുടെ പൊസിഷൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ല. ആസിഫ് അലി നിങ്ങളെക്കാളും താഴെയാണ്, നിങ്ങൾ എന്തോ സംഭവമാണെന്ന് വിചാരിച്ചിരുന്നിട്ടാണ് നിങ്ങളിങ്ങനെ പെരുമാറിയത്, അല്ലേ? അല്ലാന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ വിവേകമാണ്. കുറേ അറിവ്, കുറേ പ്രശസ്തിയും പണവും കുറേ കൂട്ടുകെട്ടും കുറേ എന്താ പറയുക എല്ലാം ഉണ്ടായിട്ട് കാര്യമില്ല, കഴിവുണ്ടായിട്ട് കാര്യമില്ല. വിവേകം എന്ന് പറയുന്ന വിവേകം വിവരവും വേണം. വിവേകവും വിവരവും ഉണ്ടെങ്കിലൊക്കെയാണ് ഇങ്ങനെയുള്ള പെരുമാറ്റത്തിന്. മുന്നേ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു, വേറെ ഏതോ ഒരു ഇതിലെന്തോ പൃഥ്വിരാജിൻ്റെ കേസിലെന്തോ ഇങ്ങനെ പറഞ്ഞതായിട്ടൊരു വീഡിയോ ഞാൻ കണ്ടു. അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല, കാരണം ഞാനത് കണ്ടിട്ടില്ല ആ വീഡിയോ. മേ ബി ശരിയായിരിക്കാമല്ലോ, ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായതായിരിക്കും. അപ്പോൾ അദ്ദേഹം ഓർത്തിരുന്ന എന്താണ്, ആസിഫ് അലി എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് അവാർഡ് തരാൻ വേണ്ടിയിട്ട് മാത്രം വളർന്നോ എന്നുള്ളൊരൊറ്റ ചിന്താഗതിയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. ഇല്ലെന്ന് ആർക്കെങ്കിലും ഇവിടെ വന്ന് കമൻറ്റ് ഇടാൻ പറ്റുമോ? ഒരൊറ്റ ചിന്താഗതി തന്നെയാണ്. എന്നിട്ട് കിടന്ന് അത് ഉൾട്ട കളിക്കുകയാണ് കിടന്നിട്ട്. അതായത് അദ്ദേഹം പിന്നീട് അതിനെപ്പറ്റി പറഞ്ഞത്, ഞാൻ ആസിഫ് അലിയെ പിന്നീട് തോളത്തൊന്ന് തട്ടി, ആസിഫ് അലി അപ്പം തന്നെ തിരിഞ്ഞുപോയി. അപ്പം ജയരാജിനെ ഞാനതൊന്ന് പിടിക്കാൻ വേണ്ടി വിളിച്ചു. ജയരാജ് അത് പിടിച്ച് കഴിഞ്ഞപ്പോൾ അത് മറച്ചാ പിടിച്ചേ, അത് പിന്നെ എൻ്റെ കയ്യിൽ തന്നപ്പോൾ ഞാനത് വാങ്ങിച്ചു. അപ്പോൾ ആസിഫ് അലി അടുത്തുണ്ടായിരുന്നെങ്കിൽ നല്ലതായേനെ, അദ്ദേഹം അതൊന്നും ശ്രദ്ധിക്കാണ്ട് അങ്ങോട്ട് പോയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയില്ല, അത് കണ്ടവർക്കാർക്കും അങ്ങനെ തോന്നില്ല. പക്ഷെ ഇതിന് മുന്നേ ഒരു വർത്താനം പറഞ്ഞിരുന്നു. എന്താണെന്നറിയോ? ആസിഫ് അലിയും ജയരാജും കൂടെ തന്നിരുന്നെങ്കിൽ സന്തോഷമായി ഞാൻ. ആസിഫ് അലി തരണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന്, പക്ഷെ ജയരാജും കൂടെ തന്നിരുന്നെങ്കിൽ ഇപ്പം എന്താ പറയണേ? അപ്പോൾ ആളുടെ മനസ്സിലുള്ളതാണ് വരുന്നത്. ആസിഫ് അലി മാത്രമായിട്ട് തന്നാൽ പറ്റില്ല, ജയരാജും കൂടെ തരണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ പുള്ളിക്കാരൻ കിടന്നിട്ട് ഉരുണ്ട് മറിയാണ്.
മൊത്തത്തിൽ കിടന്നിട്ട് ഉൾട്ട പുൾട്ട കളിക്കുകയാണ്. ഉരുണ്ട് മറിയാന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഉരുണ്ട് മറിയാണ് അവിടെ കിടന്നിട്ട്. അതാണ് ചിലവർക്കുണ്ടല്ലോ, ചിലവർക്ക് ഒരു സ്ഥാനമൊക്കെ എത്തിക്കഴിയുമ്പോണ്ടല്ലോ അവരങ്ങനെ അവരുടെ ചില യഥാർത്ഥ കപട ഫേസ് അവിടെ വരുവാണ്. ഇപ്പോൾ ഒരു മൊമെൻറ്റോ ഒരു പുരസ്കാരം ഒന്ന് കൈ നീട്ടി വാങ്ങിച്ചിട്ട് വേറെ അങ്ങോട്ടെങ്കിലും നോക്കി കൈപൊക്കി കാണിച്ച് ആരാണ്ടെയും നോക്കി ഇങ്ങനെ കാണിക്കലാണോ? അതാണോ ചെയ്യേണ്ടത്? ആ വാങ്ങിച്ച ആൾക്ക് എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കേണ്ടേ? അദ്ദേഹത്തിൻ്റെ മുഖത്തിട്ട് അറ്റ്ലീസ്റ്റ് നോക്കുക, ജസ്റ്റ് ഒരു ഒന്ന് പ്ലീസ് ചെയ്യാൻ നമ്മൾ പറയില്ല, ഇങ്ങനെ കാണിക്കുക, ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിട്ട് അത് വാങ്ങിക്കുക. പിന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് മാറ്റി വിളിച്ചു, ഒറ്റപ്പെട്ടു. അപ്പം അതിൻ്റെ ദേഷ്യവും എല്ലാം കൂടി കൊണ്ടാണ് ഇത് ചെയ്തത്. മനഃപൂർവ്വം തന്നെയാണ്, അല്ലാണ്ട് മനഃപൂർവ്വം അല്ലെന്ന് പറയാൻ പറ്റില്ല. മനഃപൂർവ്വം ചെയ്ത കാര്യം തന്നെയാണ്. അതായത് ആസിഫ് അലി അവിടെ അദ്ദേഹത്തിന് ഈ രമേശ് നാരായണൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഈ ഒരു സംഭവം കൊടുത്തത് പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഒരു കാര്യം ചിന്തിക്കുക, രമേശ് നാരായണനെ പോലെ ഇതുപോലത്തെ ചിന്താഗതി വെച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ചിന്തിക്കുക. നിങ്ങളുടെ എന്താ പറയുക, പ്രവൃത്തിയും പെരുമാറ്റത്തിലാണ് നിങ്ങളുടെ വിവേകം ഇരിക്കുന്നത്. നിങ്ങൾ ഇത്ര കാലം കൊണ്ട് ഉണ്ടാക്കിയ എത്ര പ്രശസ്തിയും ഒരു നിമിഷത്തെ പെരുമാറ്റം കൊണ്ട് മാറിപ്പോയത് കണ്ടോ? ഒരു നിമിഷത്തെ പെരുമാറ്റവും ഉള്ളിലിരിക്കുന്ന ആ ഉള്ളിൽ എന്ത് കള്ളത്തരം, ഉള്ളിൽ മറ്റുള്ളവരെ കുറിച്ച് എന്ത് വിചാരിച്ചാലും നമ്മുടെ ഉള്ളിൽ നമ്മൾ ഫേക്ക് ആണെങ്കിൽ എപ്പോഴെങ്കിലും അത് വെളിയിൽ വന്നിരിക്കും. അതിനുള്ളൊരു ഏക തെളിവാണത്. ഇത് കാണാതെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാവും എന്നൊന്ന് ആലോചിച്ചേ. ഇത് കൺമുമ്പിൽ വെച്ച് ഇങ്ങനെ പെരുമാറിയെങ്കിൽ ഇത് കാണാതെ, നമ്മളൊന്നും കാണാതെ എന്തൊക്കെ തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഇദ്ദേഹം പെരുമാറിയിട്ടുണ്ടാവും, എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതെന്ന് ആലോചിച്ചേ. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതെല്ലാം പോട്ടെ. അപ്പോൾ അയാളൊന്നും ഞാൻ പറയണില്ല. രമേശ് നാരായണൻ ഒരു നല്ലൊരു കലാകാരൻ തന്നെയാണ്, കലാകാരൻ തന്നെയാണ്. പക്ഷേ ആ കലാകാരൻ എന്നുള്ള വാക്ക്, ഇപ്പോൾ സത്യഭാമ ഏറി കയറി എന്ന് പറഞ്ഞ പോലെ, സത്യഭാമൻ ടീച്ചർ ആ കലാകാരൻ എന്നുള്ള വാക്ക് കളഞ്ഞു കുളിച്ചു. ഇനിയെങ്കിലും കളഞ്ഞു കുളിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇനിയും ബാക്കിയുള്ളതും കൂടെ തേച്ച് മച്ച് കളയാതിരിക്കാൻ ശ്രമിക്കുക. എന്തായാലും നിങ്ങളുടെ പൊയ്മുഖം പോലത്തെ പെരുമാറ്റമാണ് നിങ്ങളവിടെ കാണിച്ചത്. അപ്പോൾ അത് എന്താ പറയുക, നിങ്ങൾ നന്നായി നിങ്ങൾക്ക് കൊള്ളാം. അതുപോലെ ഈ ചിന്താഗതി ഉള്ളവർ അത് മാറ്റി വെക്കുക. നമ്മുടെ വിനയാണ്. നമുക്ക് നമ്മൾ ഭയങ്കര സംഭവമായിരിക്കും, നമ്മൾ നല്ല കഴിവുള്ളൊരു വ്യക്തിയായിരിക്കും, നല്ലൊരു പാട്ടുകാരനായിരിക്കും, നല്ലൊരു സംവിധായകനായിരിക്കും, മ്യൂസിക് ഡയറക്ടറായിരിക്കും. പക്ഷേ നമുക്കൊരു പുരസ്കാരം തരുന്നത് അവർ നന്ദിയോടെ നമുക്ക് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന അത്രയും വലിയ സംഭവത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അമിതാഭ് ബച്ചൻ വന്നിട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഭയങ്കര വലിയ പ്രശസ്തനായ ഒരു ഗായകൻ നമുക്ക് ഇത് തരുന്നും പറഞ്ഞ് നോക്കി നിൽക്കുക, അല്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും പ്രശസ്തനായ അംബാനിയോ അല്ലെങ്കിൽ എന്താ പറയുക ആരെങ്കിലും ഇദ്ദേഹത്തിന് ഇത് തരുന്നും പറഞ്ഞ് ഇദ്ദേഹം നോക്കി നിന്നിട്ടല്ല കാര്യം. ഏതെങ്കിലും രീതിയിൽ, മികച്ച രീതിയിൽ, ഏതെങ്കിലും തൻ്റേതായ കഴിവ് കാണിച്ച് ഏതെങ്കിലും മികച്ച രീതിയിൽ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് ആ എതിരെ നിന്ന് തരുന്നതെങ്കിൽ, അല്ലെങ്കിൽ പോട്ടെ ഒരു സ്പെസിഫിക് ഒരു ചടങ്ങിൽ, ഒരു പരിപാടി, ഒരു കാര്യത്തിൽ പ്രശസ്തനായ വ്യക്തിയായാലും അദ്ദേഹം പ്രശസ്തനായി ആ ഒരു വാല്യൂ നമ്മൾ കാണിക്കുക. അപ്പം നമുക്ക് ഒരു നമുക്കൊരു പുരസ്കാരം തരുന്ന വ്യക്തിയെ ഒന്ന് നന്ദിയോടെ നോക്കിച്ചിരിക്കുക, അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യുക, ആ ഒരു നന്ദി സൂചിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സംസ്കാരമാണ്. നമ്മുടെ വിവേകമാണ്. അതില്ലാത്ത ആളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ രമേശ് നാരായണനെ പറ്റി ഇത്രേ പറയാനുള്ളൂ. നിങ്ങളുടെ മൂല്യം നിങ്ങളായിട്ട് കളഞ്ഞു. പിന്നെ ആസിഫ് അലിയോട് പറയാനുള്ളത്, ആസിഫ് അലി ഈ വീഡിയോ ഒന്നും ആസിഫ് അലി കണ്ടിട്ടല്ല കേട്ടോ പറയണേ, ഞാൻ പറഞ്ഞെന്നുള്ളൂ. ആസിഫ് അലിയോട് ആസിഫ് അലിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം വളരെ വളരെ അധികം ഞാൻ ആസിഫ് അലിയെ ബഹുമാനിക്കുന്നു. ആസിഫ് അലി എന്നെക്കാളും, ഞാൻ അങ്ങനെ പറയല്ല കേട്ടോ, എന്ത് പറഞ്ഞാലും പ്രായം പറയുന്നു, എന്നെക്കാളും ഈ ഏജിൻ്റെ എന്നെക്കാളും മൂത്തൊരാൾ തന്നെയാണ് ആസിഫ് അലി. പക്ഷേ ആസിഫ് അലിയെ ഞാൻ പേരാണ് വിളിക്കുന്നത്. അപ്പോൾ ആസിഫ് അലിയെ ഞാൻ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞത്, അപ്പോൾ ബഹുമാനത്തിന് ഇളയതായാലും മൂത്തായാലും ബഹുമാനിക്കാം, ആൾ മൂത്തത് തന്നെയാണ്. അപ്പോൾ ആസിഫ് അലിയെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, താങ്കളുടെ ആ ഒരു സംസ്കാരം താങ്കൾ ഒട്ടും
അവിടെ നിന്നിട്ടോ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് വന്നിട്ട് ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ട് പറയുകയോ അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് തന്നെ ഇറങ്ങിപ്പോവുകയോ ഇതുപോലത്തെ പെരുമാറ്റം കാണിച്ച് ഇറങ്ങിപ്പോവുകയോ ഒന്നും ചെയ്തില്ല. ചെയ്താലും അത് അദ്ദേഹത്തിന് ആസിഫ് അലിക്ക് അനുഭവിക്കേണ്ടി വന്നുള്ള മനോവിഷമം കൊണ്ടാണ് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ അദ്ദേഹം പെരുമാറിയ ആ ഒരു നിഷ്കളങ്കത്വം, ആ ഒരു വിവേചനം, ആ ഒരു സങ്കടം ഉള്ളിൽ ചെറിയൊരു ഫീലിംഗ് മനസ്സിലുണ്ട്, അതുപോലും കടിച്ചമർത്തി ആ ഒരു സ്റ്റേജിൽ വന്നിരുന്ന ഒരു നല്ലൊരു പെരുമാറ്റത്തിന് റിയലി എ ബിഗ് ക്ലാപ്പ്. ആസിഫ് അലിയുടെ പുഞ്ചിരി, ആസിഫ് അലിയുടെ പുഞ്ചിരി തന്നെ അറിയാൻ പറ്റുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മാന്യത, അല്ലേ? ഓക്കെ, അപ്പോൾ ആസിഫ് അലിയോട് അതിന് വിഷമിക്കേണ്ട കാര്യമില്ല. മലയാളക്കര എല്ലാവരുടെയും മനസ്സിൽ നിങ്ങൾ എന്നേ ഒരു നല്ല നടനായി മനസ്സിൽ നിറഞ്ഞു നിൽക്കുമായിരുന്നു. ഇപ്പോൾ ഈ ഒരു സംഭവത്തോടു കൂടി നിങ്ങളുടെ കൂടെയാണ് എല്ലാവരും. ഇനി ഇങ്ങനൊരു സംഭവം ഇല്ലാതെ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കൊരു നല്ലൊരു അവാർഡ് ജേതാവായിട്ട് തന്നെ ആസിഫ് അലിയെ നല്ലൊരു മനസ്സിനുടമയായിട്ടും നല്ല വ്യക്തിത്വത്തിന് ഉടമയായിട്ടും ഞങ്ങൾ കാണുന്നു. എല്ലാ മലയാളികളും പോലെ എൻ്റെയും ഒരു എല്ലാ മലയാളികളെപ്പോലെ എൻ്റെ ഒരു അഭിപ്രായമാണത്. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ ഗുഡ് നൈറ്റ് എല്ലാവർക്കും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇടാനാണ് വന്നത്. ഞാൻ എന്തൊരു കാര്യം വിട്ടു, ഏതാണ് ഇങ്ങനെ ആലോചിച്ചത്, ഉറക്കം വരുന്നുണ്ട്. ആസിഫ് അലിയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്തോ ആലോചിച്ചു, എന്താണെന്ന് മറന്നുമില്ല. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ, കാരണം ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.